പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി ചെലവിൽ ആധുനിക സൗകര്യത്തോട് നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. 3 ക്ലാസ് മുറികളോട് കൂടിയ 3 നില കെട്ടിടമാണ് സമർപ്പിച്ചത്. സ്കൂളിൽ 3 കോടി ചിലവിൽ നേരത്തെ 3 നില കെട്ടിടം നിർമ്മിച്ചിരുന്നു. ഇതിനോട് ചേർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പൊന്നാനി നഗരസഭയിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളായ തൃക്കാവ് സ്കൂളിലാണ് ഈ കെട്ടിടം. സയൻസ് ലാബുകൾ, ഓഡിറ്റോറിയം എന്നിവയ്ക്കായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 11 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. കെട്ടിടം പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. റിസൾട്ടിന്റെ കാര്യത്തിൽ, പ്രാഥമികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ, മറ്റ് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് ഒരു നിലയ്ക്കും കഴിയാത്ത ഒരു സാഹചര്യം, ഇതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് പൊന്നാനി നഗരസഭയ്ക്കകത്തുള്ള ഏക ഗവൺമെൻറ് ഹൈസ്കൂളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് നഗരസഭയ്ക്കകത്തുള്ള ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം. അവർ കുട്ടികൾ ക്ലാസ് നടത്താൻ അധ്യാപകർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, മറ്റ് സൗകര്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുണ്ടാവുക. ഇപ്പോൾ ഏകദേശം കെട്ടിടങ്ങളിലെല്ലാം ആവശ്യപ്പെട്ട പ്രകാരം തന്നെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് തൃക്കാവ് ഹൈസ്കൂളിൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ പൊന്നാനി നിയോജകമണ്ഡലത്തിനകത്ത് ഈ കാലയളവിൽ 27.5 കോടി രൂപ ഇതുവരെ വിവിധങ്ങളായ കെട്ടിടം നിർമ്മിക്കുന്നതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷയായി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ K സുരേഷ് ബാബു, K മീര, K ശ്രീരാമൻ എന്നിവരെ ആദരിക്കുകയും കലാകായിക ശാസ്ത്ര പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ C സൗദാമിനി, റീന പ്രകാശൻ, ഷനിൽകുമാർ, P ഹസീന, കൗൺസിലർമാരായ TK അഷ്റഫ്, CS സ്വരൂപ്, K ജയപ്രകാശ്, പൊന്നാനി BPC അജിത് ലൂക്ക്, PTA പ്രസിഡന്റ് TS മണികണ്ഠൻ, കുഞ്ഞു മുഹമ്മദ്, P ഇന്ദിര, ഗീത എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ K സാദിഖ് സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് അമീൻ നന്ദിയും പറഞ്ഞു.